യുദ്ധം തുടങ്ങിയതിന് ശേഷം ധാരാളം ആളുകളാണ് പേടിച്ചിരിക്കുന്നത്. കുട്ടികളെല്ലാം പേടിച്ചിരിക്കുകയാണ്, അതുപോലെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം പേടിച്ചിരിക്കുകയാണ്. മിസൈൽ നമ്മുടെ പുറത്ത് വീഴുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ മരണമുണ്ടാകും എന്നുള്ള പേടി ധാരാളം ആളുകളിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സൈക്കോളജിയാണ്. അതായത് നമ്മൾ ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള പേടിയുള്ള കാര്യങ്ങൾ, വാണിങ് ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നമ്മുടെ അമിഗ്ഡല എന്നുള്ളൊരു ഭാഗം നല്ലോണം ആക്ടിവേറ്റ് ആവും. ഇപ്പോൾ നമ്മുടെ നല്ല ഹോർമോൺസ്, അതായത് ഹാപ്പി ഹോർമോൺസ് എല്ലാം താഴോട്ട് വരും. നമ്മുടെ സെറട്ടോണിനും ഡോപ്പമിനും ഒക്കെ നല്ല താഴോട്ട് വരും. ഇപ്പോൾ പേടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ചിന്തിക്കാനായിട്ട് വേണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് നമ്പേഴ്സ് മാത്രമാണ്. നമ്മൾ പുറത്ത് കാറിൽ പോകുന്ന സമയത്ത് നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത 1 in 29,000 ആണ്. അതായത് 29,000-ൻ്റെ അകത്ത് ഒരെണ്ണമാണുള്ളത്. പക്ഷേ മിസൈൽ നമ്മുടെ വീട്ടിൽ വരെ വീഴാനോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പൊട്ടി വീഴി നമ്മുടെ മരണം ഉണ്ടാകാനുള്ള സാധ്യത ശരിക്കും 1 in 3.8 million ആണ്. അത്രയും ചാൻസ് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് ചാൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ പുറത്ത് വീഴാൻ. പിന്നെ എന്തിനാണ് ഇങ്ങനെ വാണിംഗ് തരുന്നത്? വാണിംഗ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിസൈലുകൾക്ക് പ്രൊട്ടക്ഷന് വേണ്ടി പലതരത്തിലുള്ള സിസ്റ്റംസ് ഇപ്പോൾ UAE-ലും പല GCC രാജ്യങ്ങളിലും ഉണ്ട്. ഏകദേശം 6 level ഡിഫൻസ് സിസ്റ്റമാണുള്ളത്. ഓരോ ലെയറിലും എത്തുന്ന മിസൈലുകളാണെങ്കിലും ഡ്രോണുകളെയും പൊട്ടിക്കാനുള്ള ഒരു ഫെസിലിറ്റി നമ്മുടെ രാജ്യങ്ങളിലുണ്ട്. അത് പൊട്ടിക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് വരുന്ന പീസുകൾ നമ്മുടെ ദേഹത്ത് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പുറത്തോട്ട് ഇറങ്ങരുത് എന്ന് പറയുന്ന വാണിംഗ് ആണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പുറത്ത് മിസൈൽ വീഴുമെന്നാണ് കുട്ടികളെല്ലാം വിചാരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ ആളുകളും പേടിച്ച് കരയുകയാണ്. ആ ഒരു സാഹചര്യം മനസ്സിലാണ്. നിങ്ങൾ ഈ നമ്പേഴ്സാണ് ഓർക്കേണ്ടത്. 1 in 3.8 million ചാൻസ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പുറത്ത് അത് വീഴാനായിട്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആ സമയത്ത് വാണിംഗ് കിട്ടുന്ന സമയത്ത് വീട്ടിൻ്റെ അകത്തിരിക്കുക, പുറത്തോട്ടിറങ്ങി നടക്കാതിരിക്കുക. നമുക്ക് ചാൻസ് എന്ന് പറഞ്ഞാൽ 0.000266, അതായത് 4 0 കഴിഞ്ഞ് വളരെ മൈന്യൂട്ട് പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ നമ്മുടെ പുറത്ത് ഇത് വീഴാനോ നമുക്കിത് പരിക്കേക്കാനോ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് നമ്മൾ വീട്ടിനകത്തിരിക്കുക. ഈ ഒരു യുദ്ധഭീതി വളരെ കോമൺ ആണ്. എല്ലാ വീടുകളിലും ഈ ഒരു പ്രശ്നമുണ്ട്. പലരും വളരെ പാനിക്കായിട്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.